ഡിസംബർ 1 1988 ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് മൂലമുണ്ടാകുന്ന എയ്ഡ്സിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി പ്രഖ്യാപിച്ചു. 1830 മുതൽ 1843 വരെ ഇന്ത്യയുടെ സർവേയർ ജനറലായി സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷ് സർവേയറും ഭൂമിശാസ്ത്രജ്ഞനുമായ ജോർജ് എവറസ്റ്റ് മരണമടഞ്ഞത് 1866 ഡിസംബർ 1 എവറസ്റ്റ് കൊടുമുടി കണ്ടെത്തുന്നതിനോ മാപ്പ് ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലെങ്കിലും എവറസ്റ്റ് കൊടുമുടി അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ അതിർത്തി രക്ഷാസേന BSF രൂപീകൃതമായത് 1965 ഡിസംബർ 1. ഡിസംബർ 2 ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നു. 1984 ഡിസംബർ 2-നും 3-നും രാത്രിയിൽ 15,000-ലധികം പേരുടെ ജീവനെടുത്ത ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ സ്മരണക്കായാണിത് ആചരിക്കുന്നത്. ഡിസംബർ 2 UAEയിൽ നാഷണൽ ഡേ ആഘോഷിക്കുന്നു. 1971 ഡിസംബർ 2 അബുദാബി, അജ്മാൻ, ഫുജൈറ, ഷാർജ, ദുബായ്, ഉമുൽ ഖുവൈൻ എന്നീ 6 എമിറേറ്റുകൾ ലയിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ് രൂപീകരിച്ചത്. കൃത്രിമ ഹൃദയം മാറ്റിവെച്ച ആദ്യ വ്യക്തിയാണ് ബാർമി ക്ലാർക്ക്. 1982 ഡിസംബർ 2 ശസ്ത്രക്രിയ നടന്നത്. പിന്നീട് 112 ദിവസം മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. ഡിസംബർ 3 ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ഗൂഗിളിന്റെ ഇപ്പോഴത്തെ CEO സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ ചുമതലയേറ്റത് 2019 ഡിസംബർ 3 തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. ഗൂഗിൾ സഹസ്ഥാപകരായ ലാറി പേജും സർജി ബ്രിനും കമ്പനിയിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്ന് അവരുടെ പിൻഗാമിയായാണ് സുന്ദർ സ്ഥാനമേറ്റത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണമായ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഉത്തരേന്ത്യൻ ആക്രമണം ആരംഭിച്ചത് 1971 ഡിസംബർ 3 ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് 1884 ഡിസംബർ 3 ഡിസംബർ 4 ഇന്ത്യൻ നേവി ദിനമായി ആചരിക്കുന്നു. നാവികസേനക്കാർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ നേട്ടങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ 4 ഇത് ആഘോഷിക്കുന്നു. 1971 ഡിസംബർ 4 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ സാഹചര്യം കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര സമ്മേളനം വിളിച്ചു. 1996 ഡിസംബർ 4 ചൊവ്വയുടെ ഉപരിതലം പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഫ്ലോറിഡയിൽ നാസ ആളില്ലാ ബഹിരാകാശ വാഹനമായ മാർസ് പാത്ത്ഫൈൻഡർ വിക്ഷേപിച്ചു. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മനുഷ്യന്റെ നിലനിൽപ്പിന് വായുവും വെള്ളവും പോലെ അത്യാവശ്യമാണ് മണ്ണും. ആരോഗ്യകരമായ മണ്ണിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിന്റെ വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുമായി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും എല്ലാ വർഷവും ഡിസംബർ 5 ലോക മണ്ണ് ദിനം ആചരിക്കുന്നു. ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിലെ കേന്ദ്ര ബിന്ദുവായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ജനിച്ചത് 1905 ഡിസംബർ 5 3 തവണ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് മകൻ ഫാറൂഖ് അബ്ദുള്ള 3 തവണയും ചെറുമകൻ ഉമർ അബ്ദുള്ള 1 തവണയും മുഖ്യമന്ത്രിയായി. 1917 ഡിസംബർ 5 കാനഡയിൽ 2 കപ്പലുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1500 പേർ മുങ്ങി മരിച്ചു. ഡിസംബർ 6 ബാബരി ദിനം. സംഘ് പരിവാർ ഭീകരത അക്രമാസക്തമായി ആർത്തുലച്ചു രാജ്യത്തിന്റെ ഹൃദയത്തിലേക്ക് ഫാസിസത്തിന്റെ കുന്തമുന ഇറക്കിയത് 1992 ഡിസംബർ 6 ഭരണഘടനയെയും നീതിപീഠത്തെയും കാഴ്ചക്കാരാക്കി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 31 ആണ്ട്. 1956 ഡിസംബർ 6 ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയുമായ ഡോക്ടർ BR അംബേദ്കർ ഡൽഹിയിൽ അന്തരിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള
നയതന്ത്ര ബന്ധം നിർത്തലാക്കിയത് 1971 ഡിസംബർ 6-നായിരുന്നു. ഡിസംബർ 7 സായുധ സേനയുടെ പതാക ദിനം. 1949 ഓഗസ്റ്റ് 28-ന് അന്നത്തെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി എല്ലാ വർഷവും ഡിസംബർ 7 പതാക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഈ ദിവസം ഇന്ത്യൻ സായുധ സേനയുടെ 3 ശാഖകളായ സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവ പൊതുജനങ്ങൾക്കായി അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഷോകളും കാർണിവലുകളും മറ്റ് വിനോദ പരിപാടികളും നടത്തുന്നു. ഇന്ത്യയുടെ 5ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്റെ ഭാര്യ ബീഗം ആബിദ അഹമ്മദ് മരണമടഞ്ഞത് 2003 ഡിസംബർ 7-നായിരുന്നു. ഇന്ത്യയുടെ ആശയവിനിമയ ഉപഗ്രഹമായ ഇൻസാറ്റ് 2C വിക്ഷേപിച്ചത് 1995 ഡിസംബർ 7-നായിരുന്നു. ഡിസംബർ 8 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനെ തുടർന്ന് 1991 ഡിസംബർ 8-ന് റഷ്യ, ഉക്രൈൻ, ബെലാറസ് എന്നീ 3 രാജ്യങ്ങൾ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് രൂപീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. പിന്നീട് 1991 ഡിസംബർ 21-ന് മറ്റ് 8 രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. 1941 ഡിസംബർ 8-ന് പേൾ ഹാർബർ ആക്രമണത്തെ തുടർന്ന് അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന സന്ന മരീൻ ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് 2019 ഡിസംബർ 8-നാണ്. ഡിസംബർ 9 1946 ഡിസംബർ 9-ന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നു. സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റായി ഇത് പ്രവർത്തിച്ചു. ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാന ചുമതല. ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. വിദ്യാഭ്യാസം, നീതി, ജനാധിപത്യം എന്നിവയെ അഴിമതി എങ്ങനെ ബാധിക്കുമെന്നത് എടുത്തുകാട്ടാനാണ് എല്ലാ വർഷവും അത് ആഘോഷിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആഗോള വാക്സിനേഷൻ പ്രോഗ്രാം കഴിഞ്ഞു ഒരു പതിറ്റാണ്ടിനു ശേഷം 1979 ഡിസംബർ 9-ന് വസൂരി രോഗം പാടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം UN അസംബ്ലി അംഗീകരിച്ചതിന്റെ ഓർമ്മ ദിനം. പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ലോകമെങ്ങുമുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും സാമൂഹിക നീതിയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുമുള്ള സന്ദർഭമായും ഈ ദിനം കണക്കാക്കപ്പെടുന്നു. ഖുർആനിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിലൂടെ പ്രസിദ്ധനും ഇസ്ലാമിക പണ്ഡിതനുമായ ഹാഫിസ് അബ്ദുള്ള യൂസുഫ് അലി മരണമടഞ്ഞത് 1953 ഡിസംബർ 10-നായിരുന്നു. ഇന്ത്യക്കാരനായ യൂസുഫ് അലിയുടെ ഖുർആൻ വിവർത്തനം ഇംഗ്ലീഷ് ഭാഷക്കാർക്കിടയിൽ വ്യാപകമായി വായിക്കപ്പെടുന്ന ഒന്നാണ്. ആദ്യ നോബൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടത് 1901 ഡിസംബർ 10-നായിരുന്നു.